real beauty in your heart. Boche Golden Diamonds. Buy now, pay later. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തിയ 24 മണിക്കൂർ കടയടപ്പ് സമരം പൂർണ്ണം. ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും പൂർണ്ണമായും അടഞ്ഞുകിടന്നു. വാണിജ്യ പാചകവാതക സിലിണ്ടറുകളുടെ അനിയന്ത്രിതമായ വിലവർദ്ധനവിലും നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിലും പ്രതിഷേധിച്ചാണ് കടയടപ്പ് സമരം നടത്തിയത്. മേഖലയിലെ മുഴുവൻ ഹോട്ടൽ, റെസ്റ്റോറന്റ്, ബേക്കറി, കൂൾബാർ വ്യാപാരികൾ സമരവുമായി സഹകരിച്ചതിനാൽ സ്ഥാപനങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു. എന്നാൽ ചിലയിടങ്ങളിൽ കൂൾബാറുകൾ തുറന്നു പ്രവർത്തിച്ചു. വലിയ റെസ്റ്റോറന്റ് മുതൽ ചെറുകിട ഹോട്ടലുകൾ, തട്ടുകടകൾ, ഈവനിംഗ് സ്നാക്സ് കടകൾ എന്നിവ ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥാപനങ്ങളും പൂർണ്ണമായും അടച്ചിട്ടു. സർക്കാരിന്റെ ശ്രദ്ധയിൽ ഈ വിഷയം കൊണ്ടുവരുന്നതിനോടൊപ്പം തന്നെ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കാൻ ഹോട്ടൽ ഉടമകൾ നിർബന്ധിതരാകുന്ന സാഹചര്യം പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നതുകൂടിയാണ് സമരം ലക്ഷ്യമിട്ടത്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി വാണിജ്യ ഗ്യാസ് സിലിണ്ടറുകളുടെ വിലയിലുണ്ടായ ഭീമമായ വർധനവ് ഹോട്ടൽ മേഖലയെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഹോട്ടല് അടച്ചു കിടക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം ഞങ്ങളൊന്നും ഇവിടെ കാളികാവിലുള്ള ആളുകളല്ല. ഞങ്ങളൊക്കെ വണ്ടൂര്, അയനിക്കോട് അങ്ങനെ പ്രദേശത്തുനിന്ന് വരുന്ന ആളുകളാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഹോട്ടലിൽ അടഞ്ഞു കിടക്കുന്നതുകൊണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കുക. അപ്പോൾ ഞാൻ അവലുമ്പിലേക്കാണ് കുടിച്ചത്. ഉച്ചയ്ക്ക് ചോറ് കഴിച്ചിട്ടില്ല, വീട്ടിൽ നിന്ന് കൊടുത്തിട്ടില്ല. ഈ പെട്ടെന്നുള്ള ഈ സമരം കൊണ്ട് ബുദ്ധിമുട്ട് തന്നെയാണ്. അങ്ങനെ കുറേ ആളുകൾ പെരക്കം പായണത് കണ്ടിട്ടുണ്ട്. പിന്നെ ഭക്ഷണം കിട്ടാതെ കുറേ ആൾക്കാരൊക്കെ ഏർന്ന് ചായ കുടിച്ചു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടത്തിയല്ലാതെ ഗ്യാസിനെതിരെയുള്ളൊരു പിന്നെ ഇതന്നെയാണ്. പക്ഷെ എന്നാലും ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള സമരം ഒരിക്കലും ഉചിതമല്ല. ഇത് നീണ്ടു പോകരുത് എന്നാണ് പറയാനുള്ളത്. ഈ ഘട്ടത്തിൽ പറയാനുള്ളത് അതാണ്. ഒരു ദിവസം ഓക്കെ, ആളുകൾ പിന്നെ അഡ്ജസ്റ്റ് ചെയ്യും. കൂടുതൽ ദിവസങ്ങളിലേക്ക് ഇത് നീണ്ടു പോയാൽ അത് ബുദ്ധിമുട്ടായി മാറും. അതിനുള്ളൊരു അവസരം സർക്കാർ ഈ കാര്യത്തിൽ ഇടപെടണമെന്നാണ്. ന്യൂസ് ഡെസ്ക് സ്വന്തം.